പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റിൽ ഇനി വരാനിരിക്കുന്ന PSC നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഞാനിവിടെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് പറയുന്നത്, ഞാനിവിടെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി വരാനിരിക്കുന്ന PSC അവസരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരാറായി, കാലാവധി കൊണ്ട് തീരാറായി എന്നല്ല, അതിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം എടുത്ത് തീരാറായി. അത് കാരണം റാങ്ക് ലിസ്റ്റ് ഉടൻ അവസാനിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 55,200 തൊട്ട് 1,13,300 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് 20 തൊട്ട് 40 വയസ്സ് വരെയാണ്. നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ പോലും ഒരു 25 അഡ്വൈസോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അന്നത്തത് 551/2021 ആയിരുന്നു. ദെൻ പരീക്ഷ നടന്നത് 18/6/2023 5,945 പേരാണ് പരീക്ഷ എഴുതിയത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/9/2024 17 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അന്നത്തെ കട്ട് ഓഫ് 69.67 ആയിരുന്നു. മാക്സിമം ലഭിച്ച മാർക്ക് 81.67 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 5/6/2025 ഇതുവരെ 14 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തീരും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അവരുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. 14 വരെ ഇതുവരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 14 റാങ്ക് ഉള്ള ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, അയാൾ ജോയിൻ ചെയ്തു. ദെൻ അടുത്ത ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു. 15ാം റാങ്ക് സുഹൈൽ അബ്ബാസ്, അദ്ദേഹം ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടറില ജോയിൻ ചെയ്തു. ദെൻ മനു, അടുത്തത് 16ാം റാങ്കുകാരൻ മനു പോളിടെക്നിക് ലെക്ചർ ആയിട്ട് ജോയിൻ ചെയ്തു. ദെൻ 17ാം റാങ്കുകാരൻ ആസിഫ് അലി ഷെരീഫ് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അവർക്കാർക്കും ഇനി ഈ ജോലിയുടെ ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഇനി അവരുടെ വേക്കൻസീസ്, അതായത് അവർക്ക് ഇനി അഡ്വൈസ് പോകുമ്പോൾ അവർ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യും. ദെൻ പുതിയ നോട്ടിഫിക്കേഷൻ വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് തീരുന്നതുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കുക. ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഇൻ മെക്കാനിക്കൽ ആണ്. അപ്പോൾ 25ഓളം വേക്കൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അഡ്വൈസസ് ആണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് പോളിടെക്നിക്കിലും വിളിക്കാനുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിലും വിളിക്കാനുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ആണ് ഇൻ മെക്കാനിക്കൽ ഓർ ഇറ്റ്സ് ഈക്വലന്റ്. അപ്പൊ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാം, പ്രൊഡക്ഷൻകാർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഫസ്റ്റ് ക്ലാസ് ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 20 തൊട്ട് 39 വയസ്സ് വരെയാണ്. അതിന്റെ സാലറി സ്കെയിൽ AICT പേ സ്കെയിലാണ്. പോളിടെക്നിക് ലെക്ചറിന്റെ അതേ സ്കെയിൽ തന്നെ കിട്ടും. അത് പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് നമുക്ക് നേരത്തെ അത് പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു, അപ്പൊ ഇപ്പൊ ഇനി അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആക്കുകയാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ റൂള് അമെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ഉടൻ വിളിക്കും. ദെൻ അടുത്തത് അതേ പോസ്റ്റ് തന്നെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജസ്. എഞ്ചിനീയറിംഗ് കോളേജസിലെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ക്വാളിഫിക്കേഷൻ വേണം, അതായത് MTech വേണം. MTech വേണം. അതിനകത്ത് അവരൊരു റിക്വയർമെന്റ് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് എയ്തർ ഇൻ ബിടെക് ഓർ MTech. MTech എന്താണ്? MTechഉം ബിടെക്കും മെക്കാനിക്കൽ വേണം. അതിനകത്ത് ഏതെങ്കിലും ഒരു യോഗ്യതയിൽ, ഒന്നുകിൽ ബിടെക്കിനോ അല്ലെങ്കിൽ MTechനോ ഫസ്റ്റ് ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിന്റെ സ്കെയിൽ ഓഫ് പേ AICT പേ സ്കെയിലാണ്. അസിസ്റ്റന്റ് പ്രൊഫസറുടെ അതേ സ്കെയിൽ തന്നെ കിട്ടും. അതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക, 20 തൊട്ട് 39 വയസ്സ് വരെയാണ്. ഇതും നേരത്തെ പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു. ഇപ്പം അതിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആക്കാനാണ്. അതിനും സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്യേണ്ടതുണ്ട്. അമെൻമെന്റ് കഴിഞ്ഞാൽ ഉടനെ അത് വിളിക്കും. ഓക്കെ, ഇതിനകത്ത് 9 വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം എല്ലാ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ആ പോസ്റ്റ് വേക്കന്റ് ആണ്. ദെൻ നമുക്ക് പോളിടെക്നിക്കിലെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ആണെങ്കിൽ ഏകദേശം നമ്മൾ ഒരു 20ഓളം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അടുത്തത് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്.
ഇപ്പൊ ഓൾറെഡി ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് 20 തൊട്ട് 39 വയസ്സ് വരെയാണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ACT പേ സ്കെയിലാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോളിടെക്നിക് കോളേജിലെ ലെക്ചർ ആണ്. അപ്പൊ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മളൊരു 20 വേക്കൻസി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അതിന്റെ കാറ്റഗറി നമ്പർ 65/2021 ആണ്. അതിന്റെ എക്സാം നടന്നത് 25/7/2023 3980 പേരാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/8/2024 ദെൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 113 ആണ്. അന്നത്തെ കട്ട് ഓഫ് 60 ആയിരുന്നു. മാക്സിമം ലഭിച്ച മാർക്ക് 81.33 ആയിരുന്നു. ദെൻ ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 28/6/2025 ഇതുവരെ 29 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും 8/8/2027. ഇപ്പൊ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അടുത്ത ഒരു മാസ് വേക്കൻസി വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾ നോക്കുവാണെങ്കിൽ 41,300 തൊട്ട് 87,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിപ്ലോമയാണ്. ദെൻ അതിന്റെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. നമ്മൾ ഇനിയും ഒരു 60 വേക്കൻസി പുതിയ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അതിന്റെ 676/2022 ആണ് കാറ്റഗറി നമ്പർ. നമ്മുടെ പരീക്ഷ നടന്നത് 9/6/2023 പരീക്ഷ എഴുതിയവരുടെ എണ്ണം 10,234 പേരായിരുന്നു. ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/7/2024 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 214 ആയിരുന്നു. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 66.67 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്ന തീയതി 14/7/2025 ഇതുവരെ 81 അഡ്വൈസ് ആണ് നടന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വർഷം ആയതേ ഉള്ളൂ. അപ്പൊ തന്നെ 81 അഡ്വൈസ് ആണ് നടന്നത്. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും 22/7/2027 തീരും. അപ്പൊ നമ്മൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നാലും നല്ല വേക്കൻസീസ് വരും. കാര്യം 2027 ശേഷം നല്ല വേക്കൻസീസ് പ്രതീക്ഷിക്കാം. ദെൻ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസ് വേക്കൻസി വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് AMVA. AMVA നമ്മൾ 2026 തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 45,600 തൊട്ട് 95,600 വരെയാണ്. ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക 21 തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് 10th വേണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ വേണം. അതോടൊപ്പം തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്തിന്റെയൊക്കെയാണ്, നമുക്ക് മോട്ടോർ സൈക്കിളിന്റെ വേണം. അതേപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ. അതോടൊപ്പം തന്നെ അവർ ഫിസിക്കൽ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ എന്താണ് 165 സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 81 സെന്റിമീറ്റർ നെഞ്ചളവ് പറയുന്നുണ്ട്. എക്സ്പാൻഷൻ 5 സെന്റിമീറ്ററും കൂടെ പറയുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 152 സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നുണ്ട്. ദെൻ എക്സ്ക്ലൂഷൻ കുറച്ച് കുറച്ച് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സിനുണ്ട്. അതിലെ മെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ ഹൈറ്റിന് 160 സെന്റിമീറ്റർ മതി മെയിൽ കാൻഡിഡേറ്റിന്. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 150 മതി. ദെൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്ത് അവർ പറയുന്ന കണ്ണിന്റെ ഇതും പറയുന്നുണ്ട്. കണ്ണിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഐ സ്റ്റാൻഡേർഡ് എന്താണ്, നമുക്ക് ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും, അതായത് ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും പറയുന്നുണ്ട്. റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ 6/6 Snellen ബോത്ത് ഐസിന് വേണം. അതേപോലെ തന്നെ നിയർ വിഷൻ 0.5 Snellen ബോത്ത് ഐസിനും വേണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ കോങ്കണ്ണോ അല്ലെങ്കിൽ കണ്ണിന് മറ്റു കേടുപാടുകളോ മറ്റ് അനാരോഗ്യമായിട്ടുള്ള സിറ്റുവേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും, നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ AMVA അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും നല്ല വേക്കൻസീസ്, നമുക്ക് മാസ് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാറ്റഗറി നമ്പർ 517/2022 ആയിരുന്നു. നമ്മുടെ പരീക്ഷ നടന്ന 26/5/2023
അന്നത്തെ ആപ്ലിക്കേഷന്റെ എണ്ണം 10,787 പേരായിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 കട്ട് ഓഫ് മാർക്ക് 59.67 ആണ്. മാക്സിമം ലഭിച്ച മാർക്ക് 83.33 ആണ്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്ന 29/7/2025 ഇതുവരെ 104 പേർക്കാണ് അഡ്വൈസ് വന്നത്. അപ്പൊ ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല റാങ്ക് ലിസ്റ്റ് വന്നിട്ട്, ഇതുവരെ 104 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 1/9/2027 തീരും. ദെൻ അടുത്ത് നമ്മൾ എംടെക് ഉണ്ടെങ്കിൽ, മെക്കാനിക്കലില് എംടെക് ഉണ്ടെങ്കിൽ അവർക്ക് വരാവുന്ന ഒരു അവസരമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 20 തൊട്ട് 39 വയസ്സ് വരെയാണ്. നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ, കാര്യം 2027 കുറെ റിട്ടയർമെന്റ് ഒക്കെ വരുന്നുണ്ട് 2027 ശേഷം. അപ്പൊ നമ്മൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഒരു 50 വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എംടെക് വേണം അല്ലെ, അതോടൊപ്പം തന്നെ ബിടെക് എംടെക് വേണം. അപ്പോൾ നമുക്ക് ബിടെക്കിനോ എംടെക്കിനോ ഏതെങ്കിലും ഒന്നിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, അതാണ് റിക്വയർമെന്റ്. സ്കെയിൽ ഓഫ് പേ AICTE ആണ്, വളരെ മികച്ച സാലറി പാക്കേജ് ആണ് ഉള്ളത്. അപ്പോൾ എംടെക് വേണം, അതിന് നമ്മളൊരു 50ഓളം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നു. ദെൻ നമുക്ക് എംടെക്കോ അല്ലെങ്കിൽ ബിടെക്കിനോ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാറ്റഗറി നമ്പർ 727/2021 ആയിരുന്നു. അതിന്റെ പരീക്ഷ നടന്നത് 30/6/2023 നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു. ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/11/2024 കാൻഡിഡേറ്റ്സ്, മെയിൻ ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ്സ് 63 പേരാണ്. അന്നത്തെ കട്ട് ഓഫ് 40.33 ആയിരുന്നു. വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, എന്നിട്ട് കട്ട് ഓഫ് ഉണ്ടോ 40.33 ആണ്. ദെൻ മാക്സിമം മാർക്ക് 56.67 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 11/7/2025 ഇതുവരെ 14 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ദെൻ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 6/11/2027 തീരും. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ITI ലെവലിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അത് ഓവർസിയർ ഗ്രേഡ് 3 മെക്കാനിക്കൽ ഇറിഗേഷനിലാണ്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 3 അതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 26,500 തൊട്ട് 60,700 വരെയാണ്. പോസ്റ്റിന്റെ പേര് ഓവർസിയർ ഓർ ട്രേസർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 കേട്ടോ, ഇറിഗേഷനിലേക്കാണ്. ദെൻ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അന്നത്തെ കാറ്റഗറി നമ്പർ 141/2019 ആയിരുന്നു. നമ്മുടെ പരീക്ഷ നടന്നത് 2/8/2021 ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/8/2022 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 101 ആണ്. കട്ട് ഓഫ് മാർക്ക് 85.33 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 30/6/2025 ഇതുവരെ 49 പേർക്കാണ് നിയമനം ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? ഉടനെ തീരും അല്ലെ, 29/8/2025 തീരും. അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതും ITI ബേസ്ഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. 10th വേണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം? ഈ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 2 വർഷത്തെ കോഴ്സാണ്. അതോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 31,100 തൊട്ട് 66,800 വരെയാണ്. അപ്പൊ ഈ ഓവർസിയർ ഗ്രേഡ് 3 കിട്ടുന്ന പ്രൊമോഷൻ ആണ് ഗ്രേഡ് 2. അത് ഡയറക്റ്റും വിളിക്കും കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഒരു 10ഓളം വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 3 ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ആയാലും നമ്മളൊരു 30 to 40 അഡ്വൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 2 പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 207/2020 ആണ്. ദെൻ അന്നത്തെ പരീക്ഷ നടന്നത് 28/7/2021 അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിരുന്നു, മോഡറേറ്റ് ലെവലായിരുന്നു. ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 10/5/2022 മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണം 25 ആയിരുന്നു. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് കണ്ടോ, വലിയ കട്ട് ഓഫ് മാർക്കാണ് വന്നേക്കുന്നത്, 84.33. മാക്സിമം ലഭിച്ച മാർക്കോ 93.33 ആയിരുന്നു.
നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 12/3/2025 ഇതുവരെ 15 പേർക്കാണ് നിയമനം ലഭിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. ഇനി ഇങ്ങോട്ട് പരീക്ഷകൾ ഇനി വരാനിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് പരീക്ഷകൾ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ പരീക്ഷ വന്നിട്ട് നമുക്ക് പഠിച്ച് കറക്റ്റായിട്ട് നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഏതൊരു വലിയ ലക്ഷ്യത്തിനും, അല്ലെങ്കിൽ ഇതിപ്പം കുറേ പരീക്ഷകളുണ്ട്, ഈ കുറേ പരീക്ഷകൾക്ക് നമ്മൾ ഒരുമിച്ച് തയ്യാറെടുക്കണം. അല്ലാതെ ഒരു പരീക്ഷ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ചിലപ്പോൾ അന്ന് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലോ, എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൗർഭാഗ്യം കൊണ്ട് നമുക്ക് ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഏതൊരു അവസരം വന്നാലും അതിലോട്ട് സ്വിച്ച് ചെയ്ത് വരണം. അപ്പൊ നമുക്ക് ഇത്രയും അവസരങ്ങൾ വരാനിരിക്കുകയാണ്. ഇനിയും കൂടുതൽ അവസരങ്ങളുണ്ട്. ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ബോർഡിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ വരുവാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനായിട്ട് നമുക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കണം. അപ്പൊ അതിങ്ങനെ തയ്യാറെടുക്കുന്നവർക്ക് ഒന്നുകിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും മികച്ച ഒരു കോച്ചിങ് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മികച്ച കോച്ചിങ് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പെർട്ട് ടീമുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഒരു 30ഓളം പരീക്ഷകൾ, കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അത് ഡിപ്ലോമ ലെവലിലും ITI ലെവലിലും BTech ലെവലിലും അങ്ങോട്ട് എല്ലാ ലെവലിലും ഉള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് സർവീസുകൾ കേരള ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ജോലികൾ കിട്ടിയതാണ്. അപ്പം നമ്മളിപ്പം അതെല്ലാം നിർത്തിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പം ഞാനാണ് ഇതിന്റെ കോഴ്സ് മെന്റർ. അപ്പോഴാ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിൽ ഒരു 12ഓളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 10,000-ഓളം കുട്ടികളെ മെന്റർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ട് 10,000-ഓളം കുട്ടികളെ മെന്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഉള്ളതുകൊണ്ട്, ആ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് എഫോർട്ട് എടുക്കേണ്ടി വരത്തില്ല. എല്ലാ എഫോർട്ടും നമ്മുടെ ടീമാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാർ? മെക്കാനിക്കലില്ല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് അരവിന്ദ് സാറ്. അരവിന്ദ് സാറും ക്ലാസ്സിൽ കൈകാര്യം ചെയ്യും. സാറിന് 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇനി രാകേഷ് സാറ്. രാകേഷ് സാറും ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സാറും അത്യാവശ്യം ഒരു 8 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ്. കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്, ഒരുപാട് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ സാറിൻ്റെയും സർവീസ് നമുക്ക് കിട്ടും. ദെൻ ഡോക്ടർ ബിപിൻ ഗോപൻ സാറ്. സാറിന് PhD. പിന്നെ സാറ് മാനുഫാക്ചറിങ് മേഖലയിലുള്ള ഒരു എക്സ്പേർട്ടാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനാണ്. മാനുഫാക്ചറിങ് അങ്ങനെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള മേഖലകളിലുള്ള, മറ്റുള്ള മേഖലകളിലും പുള്ളി കിടിലൻ തന്നെയാണ്. എന്നാലും പുള്ളി കൂടുതൽ എക്സ്പെർട്ടൈസ് മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷൻ മേഖലയിലാണ്. സാറിന്റെ സർവീസ് നമുക്ക് കിട്ടും. അപ്പോഴാ നിങ്ങൾ ഇത്രയും പരീക്ഷയ്ക്ക് ഓരോന്നിനും നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പൈസയില എല്ലാ പരീക്ഷയുടെയും കോച്ചിങ് കിട്ടുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്. മെക്കാനിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ്. നമ്മൾ ഇതിനെ മെക്മാസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനകത്ത് വിളിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും കോച്ചിങ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, ITI, ഡിപ്ലോമ, BTech ലെവലിൽ 3 വർഷത്തിൽ വിളിക്കുന്ന എല്ലാ കോച്ചിങ്ങും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതിനകത്ത് ഫുൾ സിലബസ്, ഓരോ വിളിക്കുന്ന പോസ്റ്റിന്റെയും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് കിട്ടും, ഫുൾ നോട്ട്സ് കിട്ടും, ടോപ്പിക് വൈസ് പരീക്ഷകൾ കിട്ടും, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ കിട്ടും. ഇനി ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ എല്ലാ കോഴ്സിലും, അതായത് ഇതിനകത്ത് ഉൾപ്പെട്ടേക്കുന്ന എല്ലാ കോഴ്സിനും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പല കോഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു 10-25,000 രൂപയ്ക്ക് മേളിലാവും. പല കോഴ്സുകൾ നമുക്ക് 25,000-30,000 രൂപയ്ക്ക് മേളിലാവും. അപ്പൊ എല്ലാ കോഴ്സും ഒരൊറ്റ കോഴ്സായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട്. അതിനകത്ത് സെപ്പറേറ്റ് ഫോൾഡർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് വരുന്ന എല്ലാ പരീക്ഷയുടെയും ക്ലാസ് നിങ്ങൾക്ക് അതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പരീക്ഷയുടെയും ക്ലാസ് കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1, വാട്ടർ അതോറിറ്റിയുടെ AE അതുവരെ ഇതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി കുറേ അവസരങ്ങൾ വരാനുണ്ട്. ഇനി വാട്ടർ അതോറിറ്റിയിലും കുറേ അവസരങ്ങൾ വരാനുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾ അവസരം വന്നിട്ട് പിന്നെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലിമിറ്റഡ് ടൈം, പെട്ടെന്ന് പരീക്ഷ നടക്കും. ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തില്ല. അത്
അപ്പൊ അറിയാമല്ലോ കോമ്പറ്റീഷൻ. ഞാൻ കട്ട് ഓഫ് ഒക്കെ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കോമ്പറ്റീഷന്റെ ലെവല്. ഓവർസിയർ ഗ്രേഡ് 3യുടെ ഒക്കെ കട്ട് ഓഫ് കണ്ട 85 പോയിന്റ് ഒക്കെയാണ്. അപ്പൊ അതിലേക്കൊക്കെ വരണമെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറെടുക്കുക. ഇപ്പൊ ഞങ്ങളൊക്കെ പരീക്ഷകൾ ക്ലിയർ ചെയ്ത് സ്വന്തമായിട്ട് തയ്യാറെടുത്ത് തന്നെ. പക്ഷെ നമ്മൾ നന്നായിട്ട് അതിന് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ പല പരീക്ഷകളും തോറ്റ് കഷ്ടപ്പെട്ട് പിന്നെ പഠിച്ച് ജയിച്ച് വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തോൽവിയിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ വിജയിച്ചതിൽ എന്ത് ചെയ്തപ്പോഴാണ് നമ്മൾ വിജയിച്ചത്, അത് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കേരളത്തിൽ ഒരിടത്തും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും മികച്ച അധ്യാപകർ കാണത്തില്ല. ഇത്രയും ലിസ്റ്റുകളിലെ പരീക്ഷ എഴുതി ഇത്രയും പരീക്ഷകൾ ക്ലിയർ ചെയ്ത്, അതേപോലെ തന്നെ എനിക്കായാലും ഇത്രയും എക്സ്പീരിയൻസും അത്രയും കുറേ ജോലികളും വാങ്ങിയിട്ടുള്ള ആളാണ്. അല്ലാതെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ ഒരു പാഷൻ ഇതായതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും ഇതിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സർവീസും നമ്മുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. നമ്മുടെ എല്ലാം സർവീസും നമ്മുടെ എല്ലാം ഗൈഡൻസും മെന്റർഷിപ്പും എൻ്റെ മാത്രമല്ല, നമ്മുടെ ഇതിനകത്തുള്ള ആ ഗ്രൂപ്പിലുള്ള അധ്യാപകർ മാത്രം. പിന്നെ നിങ്ങളെ ഈ അധ്യാപകർ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പലരും ടീച്ചർമാരും ഒക്കെ കുറെ ആൾക്കാർ ഇത് കൂടാതെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള അധ്യാപകരുടെ കാര്യമാണ് പറഞ്ഞത്. കൂടാതെ കുറെ ആൾക്കാർ ഇനിയും ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ എടുക്കാനുണ്ട്, എടുത്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ സർവീസും നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ലോങ് ടൈം ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ചിറങ്ങാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഇല്ല എങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഇനി ഇൻഡിവിജ്വൽ കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇൻഡിവിജ്വൽ കോഴ്സ് എല്ലാം ടെക്പീസിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ടെക്പീസിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ കോഴ്സ് ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എല്ലാ കോഴ്സും കൂടാണ് വേണ്ടത്, നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ കോഴ്സിലേക്ക്, മെക് മാസ്റ്റർ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അവസരങ്ങൾ ആർക്കു വേണ്ടി കാത്തിരിക്കത്തില്ല. അപ്പോൾ വരുന്ന അവസരങ്ങളിൽ നമ്മൾ അവസരത്തിൽ തവളയെ പോലെ ചാടി വീഴാനാണ് പറയുന്നത്. അപ്പോൾ വരുന്ന അവസരങ്ങൾ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുക. എഫക്റ്റീവായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് സർവീസിലേക്ക് എത്താൻ പറ്റും. ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ബാലികേറ മല അല്ല. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. നമ്മൾ പരീക്ഷകളൊക്കെ എഴുതി നമ്മൾ ക്ലിയർ ചെയ്ത് ജോലി കിട്ടിയോണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള ഇതല്ല. ഞാനൊന്നും അത്രയും ഹാർഡ് വർക്ക്, ഒരുപാട് ആദ്യമൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ അങ്ങോട്ട് പരീക്ഷകൾ എഴുതി ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റിൽ വരും. കാര്യം നമ്മൾ നേരത്തെ എടുത്ത എഫേർട്ട് എല്ലാം കൂടെ ക്യുമുലേറ്റീവായിട്ട് പിന്നെ വരുന്ന പരീക്ഷകളിലെല്ലാം നമുക്ക് ഗുണം വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ എത്രയും പെട്ടെന്ന് ഷാർപ്പൺ ചെയ്യുക, നമ്മളെ പോളിഷ് ചെയ്തെടുക്കുക, നമ്മുടെ അറിവിനെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക. അതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള അറിവ് നമുക്കറിയാം. മിനിമം ടൈമിൽ നമ്മൾ മാക്സിമം അവിടെ ക്വസ്റ്റ്യൻസ് തെറ്റാകാതെ നമ്മൾ കറപ്പിച്ച്, അല്ലേ? അതേപോലെ തന്നെ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തൊക്കെ വന്നാലേ നമുക്ക് നല്ല മികച്ച ജോലികൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന അവസരങ്ങളിൽ ഗസറ്റഡ് പോസ്റ്റുകളും നല്ല സാലറി പാക്കേജുള്ള പോസ്റ്റുകളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ തയ്യാറെടുപ്പ് ശക്തമാക്കുക. നിങ്ങൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, അല്ലായെങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു മണ്ടത്തരം പറ്റരുത്. നമുക്ക് പൈസ പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സമയം ഒരിക്കലും കളയരുത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ പഠിക്കുക. ഇനി കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടെക്പിഎസ്സി. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ചതിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുക. സ്വന്തമായിട്ട് പഠിക്കുന്നവർ ഏറ്റവും മികച്ച രീതി പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.